നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് അകാലനര. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് മുടി കൊഴിച്ചിൽ. മുടി ഒരുപാട് നമ്മൾ എണ്ണ തേച്ചാലും എണ്ണ തേച്ചില്ലെങ്കിലും ഒക്കെ ഒരുപാട് മുടി കൊഴിയുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് എല്ലാവരിലും കാണുന്ന ഒന്നാണ് താരൻ. ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക, താരനും മുടി കൊഴിച്ചിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുക മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ താരൻ മാറ്റാനായിട്ട് ഒരു ഷാമ്പു വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് വീണ്ടും പാർശ്വഫലങ്ങളാണ് തരാറുള്ളത്. കൂടുതൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. നമ്മളൊരു ഷാമ്പൂ ഓയിലോ വാങ്ങുമ്പം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഹെയർ ഓയിലോ ഹെയർ ടോണറോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പരിധി വരെ ഈ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ഹെയർ ടോണർ അല്ലെങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിനാദ്യമായിട്ട് ഞാനൊരു ചെറിയ ഒരു സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സവാള ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. വലിയ ചിലവൊന്നും ഉണ്ടാകുന്നുമില്ല. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള അരിയാണ്. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അരി നമുക്കെടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ഉലുവയാണ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഉലുവ മുടി വളർച്ചയ്ക്കും താരൻ മാറാനും ഒക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ്. 1 ടേബിൾ സ്പൂണോളം ഉലുവയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഉലുവയും അരിയും തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും. ഇതിപ്പം ഉലുവയും അരിയും കുതിർത്ത് വയ്ക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് 1 ഗ്ലാസോളമൊക്കെ ആകുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഉലുവയിലെയും അരിയിലെയും ഒക്കെ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങിക്കിട്ടും. ഇപ്പം വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നുണ്ട്. ചെറിയ ഒരു മഞ്ഞ കളറിലേക്കൊക്കെയാണ് വെള്ളം മാറിയിരിക്കുന്നത്. ഈ 10 മിനിറ്റ് നേരം തിളയ്ക്കുന്ന സമയം നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലൊന്നാമത്തത് ഉണക്ക നെല്ലിക്കയാണ്. ഉണക്ക നെല്ലിക്ക ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു വിടാം. ഇത് നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉണക്ക നെല്ലിക്കയാണെങ്കിലും പച്ച നെല്ലിക്കയാണെങ്കിലും എടുക്കുന്നതിൽ തെറ്റില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള എണ്ണ കാച്ചുന്ന വിധം. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. മുടിയൊക്കെ പെട്ടെന്ന് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും. കറിവേപ്പിലയും ഉലുവയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് എണ്ണ തേക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇതുപോലെ വാട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ടോണർ ഉപയോഗിച്ച് മുടി നന്നായി വളർത്താനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ സാധിക്കും. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫൈനലി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് ഒരു 2-3 മിനിറ്റ് നേരം മുൻപ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ്. ഇത് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്യണം. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ അതുപോലെ സ്കാൽപ്പിൻ്റെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും അതുപോലെ മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കും. അതുപോലെ താരൻ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവയും അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ. ഉള്ളി അല്ലെങ്കിൽ സവാള സൾഫർ ധാരാളം ഉള്ളതുകൊണ്ട് മുടിക്ക് നല്ല വളർച്ച കൊടുക്കാനൊക്കെ സഹായിക്കും. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. സ്ഥിരമായി എണ്ണയൊന്നും തേക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വാട്ടർ ഉപയോഗിച്ച് നന്നായി മുടി വളർത്താനും മുടിയുടെ പല പല പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. ഇതാണെങ്കിൽ നമുക്ക് മുടിയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ശരിക്കും വെള്ളം പോലെ തന്നെയാണ്. ഇതിൽ ഒട്ടും തന്നെ എണ്ണമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു വാട്ടറി ഫീലിംഗ് ആണ് മുടിക്കുണ്ടാവുക.
അത് ഒരുപാട് ജലദോഷം, നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരുപാട് നേരം മുടിയിൽ വെച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ തലയൊട്ടിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് നമുക്ക് ഓവർനൈറ്റൊക്കെ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ട, അപ്പോഴേക്കും ഇത് കേടായി പോകും. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത പുതിയ വാട്ടർ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുക. ഒട്ടും തന്നെ എണ്ണമയം ഒന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണിത്. ഇനി നമുക്ക് റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളോ ഗ്ലാസ് ജാറോ എന്തെങ്കിലും വെള്ളത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. തീ കത്തിച്ചതിന് ശേഷം തീയുടെ ചൂടൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് നമ്മൾ ഈ റോസ്മേരിയുടെ ലീവ്സ് ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രം റോസ്മേരിയുടെ ലീവ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ അതുപോലെ ഒലിവ് ഓയിൽ, അങ്ങനെ എന്ത് ഓയിലായാലും കുഴപ്പമില്ല, അത് നമ്മൾ മുടിയിൽ ഏത് ഓയിലാണ് തേക്കുന്നത് അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല പോലെ തന്നെ ചൂടാകണം. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ചൂടാക്കി എടുക്കണം. ഈ എണ്ണ തിളയ്ക്കാൻ പാടില്ല. ഇതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. ഇനി അല്ലാതെയും നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും. സ്റ്റൗ ടോപ്പ് ഇൻഫ്യൂഷൻ ആണെന്നാണ് അതിന് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ റോസ്മേരിയുടെ സ്പ്രിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ കാരിയർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്യുമ്പം ഇതുപോലെ 20 to 30 മിനിറ്റ്സ് ബോയിൽ ചെയ്യണം. അതുപോലെ എണ്ണ തിളയ്ക്കാൻ പാടില്ല. എണ്ണ തിളച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് പറയുക. അതുകൊണ്ട് എണ്ണ തിളയ്ക്കാതെ തന്നെ ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. അതുപോലെ മറ്റൊരു രീതിയാണ് സോളാർ ഇൻഫ്യൂഷൻ. അത് നമ്മൾ 2-3 ആഴ്ച വരെയൊക്കെ സൺലൈറ്റിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്തായാലും നമ്മളിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് റോസ്മേരിയുടെ ഓയിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എണ്ണ പാകമായോന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായി ചൂടാകുമ്പോൾ തന്നെ റോസ്മേരിയുടെ എസൻസൊക്കെ ഈ എണ്ണയിലേക്കൊന്ന് ഇറങ്ങിക്കിട്ടും. ഇനി ഓരോ തവണ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വേമ്പാലം പട്ടയാണ്. ഈ ഒരു വേമ്പാലം പട്ട ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ 2 കാര്യങ്ങൾ, അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് വാട്ടറും അതുപോലെ തന്നെ ഈ റോസ്മേരിയുടെ ഓയിലും, ഇത് രണ്ടുമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. 1-2 ദിവസം ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നവയല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2-3 മാസം ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കുക. അതല്ല ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിക്കുക. ഒട്ടും മുടിയില്ല എന്ന് പറയുന്നവർക്ക് പോലും മുടി വളർത്താനായിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ കാണിച്ചത്. അതുപോലെ തന്നെ അകാല നരയൊക്കെ വരുന്ന ആൾക്കാർക്ക്, ചെറുപ്പത്തിലേ നരയ്ക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഈ ഒരു വെമ്പാലം പട്ട മുടി കറുപ്പിക്കാനായിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അത് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് അകാല നരയെ ചെറുക്കാനും മുടിയൊക്കെ ഒരു നമ്മുടെ മുടിയുടെ കളറൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊരു 2-3 മാസം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കിയതിൻ്റെ ആ ഒരു അരിയും ഉലുവയും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കളയണ്ട. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആകുമ്പോഴേക്കും നമുക്കിത് മുടിയിൽ ഒരു ഹെയർ പാക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. തൈര് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് തൈര് ഉപയോഗിച്ചിട്ട് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. തൈര് ഉപയോഗിച്ച് ഇതുപോലെ മിക്സിയിൽ കറക്കിയെടുക്കാം. അതെല്ലാം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം മുടിയിലേക്ക് നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ എപ്പോഴും മുടി നമ്മൾ നോക്കുന്നവരാണെങ്കിൽ നല്ല കെയർ മുടിക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ മുടി നന്നായി വളരുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി